ഉണ്ട്. ജിതിനെ, ഈ നാളത്തെ കാര്യം എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഔദ്യോഗികമായി എന്തെങ്കിലും? ഇല്ല, ഔദ്യോഗികമായിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുന്ന് കേൾക്കുന്നത് നാളെ ഒരു തെരച്ചിൽ സാധ്യമാകില്ല എന്നാണ് രീതിയിലാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഡ്രഡ്ജർ എന്ന് എത്തിക്കാൻ കഴിയുമെന്നതാണ്. ഡ്രഡ്ജർ തിങ്കളാഴ്ചത്തോടെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഒരു വിവരം കിട്ടിയിരിക്കുന്നത്. തിങ്കളാഴ്ച ആവും എന്നാണ് പറഞ്ഞത്. ഇന്ന് ബുധൻ, അപ്പോൾ അത്രയും ദിവസം എടുക്കുമെന്നാണോ? കാരണം ഇത് അത്ര ലോങ് എന്ന് വരുന്നത്, അത് കടൽ മാർഗം കൊണ്ടുവരാൻ എന്നായിരിക്കും ഞാൻ കരുതുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു ഡിലേ അതിന് വരാൻ കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയിപ്പ് കിട്ടിയോ ഇനി തിങ്കളാഴ്ചയെ കിട്ടുള്ളൂ? അങ്ങനെ അൺഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ മഞ്ചേശ്വരം MLA ഉണ്ട്, അദ്ദേഹം ഇപ്പോൾ വരും. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഇനി പറഞ്ഞു തരും എന്തൊക്കെയാണെന്നുള്ളത്. അദ്ദേഹം ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രഡ്ജറിന്റെ കൊണ്ടുവരാനുള്ള തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത്. തിങ്കളാഴ്ചത്തോടെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഏകദേശം അവർ പറയുന്നത്. ഡ്രഡ്ജർ കൊണ്ടുവരാൻ തീരുമാനമായി കൊണ്ടുവരാൻ തീരുമാനമായി. പക്ഷെ അത് എത്തിക്കാൻ തിങ്കളാഴ്ച വരെ എടുക്കാം. എടുക്കാൻ കാരണം അത്രയും വലിയ സംവിധാനമാണത്. അത് വലിയ ഹെവി ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് റോഡ് മാർഗം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഏറ്റവും ഒടുവിൽ കിട്ടിയത് കയറാണല്ലേ? ഈ കയർ എങ്ങനെയാണ് അത് മരത്തിൽ ചുറ്റിക്കിടക്കുന്ന അവസ്ഥയിലാണെന്നാണ് നേവി നമ്മൾ അറിയിച്ചത്. ആ ഭാഗത്ത് കുറെ ചളികളും മരങ്ങളുണ്ട്, അത് റിമൂവ് ചെയ്യേണ്ടി വരും. അതിന് ഡ്രഡ്ജർ അത്യാവശ്യമാണെന്നാണ് നേവി അറിയിച്ചത്. അതായത് അവിടെ മരം കണ്ടു നമ്മൾ? അതല്ല, ഇവിടുന്ന് മേലെന്ന് കടപുഴകി വരുന്ന വലിയ മരങ്ങൾ, ആ മരത്തിലാണ് ഈ കയർ ചുറ്റി കിടക്കുന്നത്. അല്ലാതെ വാഹനത്തിലുണ്ടായിരുന്ന അതല്ല. ഇനി കയറിന്റെ ഭാഗം അവിടെ ഉണ്ട്? അവിടെ ഇനിയുണ്ട്. തടിയിൽ ചുറ്റിപ്പിടിച്ച രീതിയിലുണ്ട്, കയറുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അവര് കട്ട് ചെയ്തെടുത്തതാ. ഇന്നത്തെ ഒരു തെരച്ചിൽ എങ്ങനെയാണെന്നാണ് ഇവര് 5:30-ക്ക് നിർത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ 5:30-ക്ക് നിർത്തുന്നതാണ് നോക്കാം. ഇനിയിപ്പോൾ സംഘം എത്തിയിട്ടുണ്ട്, അവർ ഇറങ്ങുന്നുണ്ട്. ഇപ്പം 5:30-6 മണിക്ക് ആകുമ്പോൾ നിർത്താൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കയറ് കിട്ടിയ സ്ഥലവും ഈ ജാക്കി കിട്ടിയ സ്ഥലം തമ്മിൽ എത്ര ദൂരത്തിന് വ്യത്യാസമുണ്ട്? അല്പം വ്യത്യാസമേ കാണുന്നുള്ളൂ. ഇപ്പോൾ അവരെ ലൊക്കേഷൻ ചെയ്തു വെച്ചത് അത് ലക്ഷ്മണന്റെ ചായക്കടയുടെ പുറകുവശമാണ്. അന്ന് ഞങ്ങളുടെ GPS ലൊക്കേഷൻ പ്രകാരം ലക്ഷ്മണന്റെ ചായക്കടയുടെ നേരെ മുൻവശത്തായിരുന്നു ഈ വണ്ടി നിർത്തിയിട്ടത്. അപ്പോൾ മനസ്സിലാക്കുന്നത് ആ ഭാഗത്ത് ലക്ഷ്മണന്റെ കടയിൽ കൂടെ തന്നെയാണ് ഈ വണ്ടി നീങ്ങിപ്പോയത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ഭാഗത്തു നിന്നാണ് GPS ലൊക്കേഷൻ അതിന്റെ ഈ റോഡ് വശത്ത് ലക്ഷ്മണന്റെ ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റ് വശമായിരുന്നു. ഇപ്പോ അവലോകന യോഗം ചേരുന്നുണ്ടോ? അവിടെ ഈ ഡ്രഡ്ജർ എത്തിക്കാനുള്ള യോഗം കഴിഞ്ഞിട്ടാണ് ഇവർ എത്തിയതെന്നാണ് മനസ്സിലായി. ഇപ്പം മേഡം എല്ലാം എത്തിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം അവരോട്. കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഡ്രഡ്ജർ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നതാണ്. ആ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കളക്ടറും ഒപ്പം തന്നെ MLA-യും SP-യും അടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഈ പറയുന്നൊരു യോഗം ചേർന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രഡ്ജർ എപ്പോൾ എത്തിക്കുമെന്ന കാര്യത്തിൽ തിങ്കളാഴ്ചയേ ഉള്ളൂ എന്നതാണ്. ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്, തിങ്കളാഴ്ച മാത്രമേ അത് പോസിബിൾ ആകുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ നീണ്ടുപോകും എന്ന് തന്നെ വ്യക്തമാവുകയാണ്. ഇപ്പോൾ മറ്റന്നാൾ വരുമെന്ന് പ്രതീക്ഷ, പക്ഷേ ഹെവി ഡ്യൂട്ടി ഡ്രഡ്ജറാണത്. റോഡ് മാർഗം എത്തിക്കാൻ സാധിക്കില്ല, കടൽ മാർഗമായിരിക്കണം ഒരുപക്ഷെ കൊണ്ടുവരേണ്ടത്. അതിൻ്റെ എന്തൊക്കെയാണ്, അതിൻ്റെ സമയം എത്ര എടുക്കും? ഇപ്പോൾ തിങ്കളാഴ്ചയോടെ മാത്രമേ എത്തുള്ളൂ എങ്കിൽ അതുവരെ ഇനി കാര്യമായ ഒരു തിരച്ചിലിനൊരു സാധ്യതയുമില്ല എന്ന് തോന്നുന്നു. കാരണം ഡ്രഡ്ജറാണ് ഇനി ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആയി അവിടെ നിൽക്കുന്നത്.